السلام عليكم ورحمة الله تعالى وبركاته. أهلا بكم وسهلا إلى لقاء جديد. اللغة العربية بين يديكم. അറബി ഭാഷ സരളമായ രീതിയിൽ മനസ്സിലാക്കുക എന്നുള്ളതാണ് അല്ലുഗത്തുൽ അറബിയ ബൈന യദൈക്കും. അറബി ഭാഷയിൽ എങ്ങനെയാണ് ഓരോ ഡയറക്ഷൻസ് പറയുക, ഓരോ ഭാഗങ്ങളെ പറയുക, അതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇത്തിജാഹാത്തുൻ, ഇത്തിജാഹുൻ, ഇത്തിജാഹാത്തുൻ. ഇത്തിജാഹാത്തുൻ എന്ന് പറഞ്ഞാൽ ഡയറക്ഷൻസ്, ഭാഗങ്ങൾ. ഇത്തിജാഹുൻ എന്നാണ് അതിൻ്റെ ഏകവചനം. ഇത്തിജാഹാത്തുൻ ബഹുവചനമാണ്. ഓരോ ഡയറക്ഷനും എങ്ങനെയാണ് അറബി ഭാഷയിൽ പറയുക എന്നാണ് നമ്മളിന്ന് നോക്കുന്നത്. ടോട്ടലി മുഖ്യമായി 4 ഭാഗങ്ങളാണ് നമ്മൾ പറയാറുള്ളത്: നോർത്ത്, സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ്. അതെങ്ങനെയാണ് അറബിയിൽ പറയുക എന്ന് നമുക്ക് ആദ്യം നോക്കാം. നോർത്ത്, സൗത്ത്. നോർത്തിന് നമ്മൾ ശമാൽ എന്ന് പറയും. അതേപോലെ സൗത്തിന് നമ്മൾ ജനൂബ് എന്ന് പറയും. ഈസ്റ്റ് ഭാഗത്തിന് ഷർഖ് എന്ന് പറയും. വെസ്റ്റ് ഭാഗത്തിന് ഗർബ് എന്ന് പറയും. ചില ഉദാഹരണങ്ങൾ നോക്കാം. അന അസ്കുനു ഫി ശമാലിൽ ഹിന്ദ്. ഞാൻ നോർത്ത് ഇന്ത്യയിലാണ് താമസിക്കുന്നത്. അന അസ്കുനു ഫി ശമാലിൽ ഹിന്ദ്. ശമാലുൽ ഹിന്ദ് നോർത്ത് ഭാഗം. അതേപോലെ ജനൂബുൽ ഹിന്ദ്, ഇന്ത്യയുടെ സൗത്ത് ഭാഗത്തെ ജനൂബ് എന്ന് പറയും. ജനൂബുൽ ഹിന്ദ്, സൗത്ത് ഭാഗത്തിന് ജനൂബ് എന്ന് പറയും. ഹുവ മിൻ ജനൂബിൽ ഹിന്ദ്. അവൻ ഇന്ത്യയുടെ സൗത്ത് ഭാഗത്തു നിന്നാണ്. ഗുജറാത്ത് ഫി ഗർബിൽ ഹിന്ദ്. ഗുജറാത്ത് അത് ഇന്ത്യയുടെ വെസ്റ്റ് ഭാഗത്താണ്. അപ്പോൾ ഒന്നും കൂടെ നമുക്ക് പറയാം. ശമാൽ എന്ന് പറഞ്ഞാൽ നോർത്ത്, സൗത്തിന് ജനൂബ് എന്ന് പറയും, ഈസ്റ്റിന് ഷർഖ് എന്ന് പറയും, വെസ്റ്റിന് ഗർബ് എന്നും പറയും. ഇനി നമുക്ക് മറ്റൊരു രീതിയിൽ ഇതിനെ പരിചയപ്പെടാം. 8 ഡയറക്ഷൻസ് ആയാൽ എങ്ങനെയാണ് പറയുക എന്നുള്ളത് നമുക്ക് നോക്കാം. ശമാൽ, ഷർഖ്, ജനൂബ്, ഗർബ് നമ്മൾ പരിചയപ്പെട്ടു. ഇനി നോർത്ത് ഈസ്റ്റ്, നോർത്ത് വെസ്റ്റ്, സൗത്ത് ഈസ്റ്റ്, സൗത്ത് വെസ്റ്റ് എങ്ങനെയാണ് പറയുക? നോർത്ത് ഈസ്റ്റിന് ശമാലുൻ ഷർഖിയുൻ എന്ന് പറയും. ശമാലുൻ ഷർഖിയുൻ, നോർത്ത് ഈസ്റ്റ്. അന അസ്കുനു ഫി ശമാലി ഷർഖി ലിൽ ഹിന്ദ്. ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റ് ഭാഗത്താണ് ഞാൻ താമസിക്കുന്നത്. അതേപോലെ ശമാലുൻ ഗർബി എന്ന് പറഞ്ഞാൽ നോർത്ത് വെസ്റ്റ് ഭാഗം. ശമാലുൻ ഗർബിയുൻ. സൗത്ത് ഈസ്റ്റ് ഭാഗത്തിന് ജനൂബുൻ ഷർഖിയുൻ എന്ന് പറയും. സൗത്ത് വെസ്റ്റ് ഭാഗത്തിന് ജനൂബുൻ ഗർബിയുൻ എന്ന് പറയും. അപ്പോൾ ഓരോന്നും മറ്റൊരു ഭാഗത്തോട് ചേർത്തിയിട്ടാണ് പറയുക എന്ന് മനസ്സിലാക്കുക. നോർത്ത് ഈസ്റ്റിന് ശമാലുൻ ഷർഖിയുൻ. അതേപോലെ നോർത്ത് വെസ്റ്റിന് ശമാലുൻ ഗർബിയുൻ. സൗത്ത് ഈസ്റ്റിന് ജനൂബുൻ ഷർഖിയുൻ. സൗത്ത് വെസ്റ്റിന് ജനൂബുൻ ഗർബിയുൻ എന്നും പറയും. ഓക്കെ, ഇനി നമുക്ക് ചില ഭാഗങ്ങൾ പരിചയപ്പെടാം. ഫ്രണ്ട്, ബാക്ക്, റൈറ്റ്, ലെഫ്റ്റ് എങ്ങനെയാണ് അറബിയിൽ പറയുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഉദാഹരണത്തിലൂടെ നമുക്ക് വ്യക്തമായി പഠിക്കാം. അൽ കൽബു അമാമൽ ബൈത്തി. അൽ കൽബു നായ, അമാമൽ ബൈത്തി വീടിൻ്റെ മുന്നിലാണുള്ളത്. അമാമ എന്ന് പറഞ്ഞാൽ മുൻഭാഗം, ഫ്രണ്ട് ഭാഗത്തിന് അമാമ എന്നാണ് അറബിയിൽ പറയാം. അമാമൽ ബൈത്തി വീടിൻ്റെ മുൻഭാഗത്താണ്. ഇനിയോ അസയ്യാറത്തു ഖൽഫശാബി. അസയ്യാറത്തു കാറ്, ഖൽഫശാബി ആ യുവാവിൻ്റെ പിന്നിലാണ്. ഖൽഫ് എന്ന് പറഞ്ഞാൽ പിന്നിൽ, ബാക്ക് ഭാഗത്തിനാണ് ഖൽഫ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അമാമ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്, ഖൽഫ എന്ന് പറഞ്ഞാൽ ബാക്ക്. ഇനിയോ അർ റജുലു ഫി സയ്യാറത്തി. അയാൾ ഫി സയ്യാറത്തി കാറിലാണ്. കാറിൽ എന്നുള്ള അർത്ഥം വരാൻ ഫി എന്നാണ് നമ്മൾ ചേർത്തത്. അപ്പോൾ ഉള്ളിൽ എന്നുള്ള അർത്ഥം വരാൻ വേണ്ടിയിട്ട് ഫി എന്നാണ് നമ്മൾ ചേർക്കുക. അർ റജുലു ഫി സയ്യാറത്തി. ഓക്കെ, ഇനി അൽ ഉസ്ഫൂറു അല ഷജറത്തി. അല എന്നുള്ള പദത്തിൻ്റെ അർത്ഥം എന്താ? അല എന്ന് പറയുമ്പോൾ മുകളിൽ എന്നുള്ള അർത്ഥം. അൽ ഉസ്ഫൂറു കുരുവി, അല ഷജറത്തി
അത് മരത്തിൻ്റെ മുകളിൽ ഇരിക്കുകയാണ്. അല ഷജറത്തി, മരവും കിളിയും തമ്മിലുള്ള ബന്ധം അതിങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതിനാണ് അല എന്ന് നമ്മൾ ഉപയോഗിക്കുക. അതല്ലാതെ അൽ ഉസ്ഫൂറു ഫി ഷജറത്തി എന്ന് നമ്മൾ പറയൂല. ഓക്കെ. ഇനി അത്തോഇറത്തു ഫൗക സഫീനത്തി, അത്തോഇറത്തു ഫ്ലൈറ്റ്, ഫൗക സഫീനത്തി അത് കപ്പലിൻ്റെ മുകളിലാണ്. ഫൗക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം മുകളിൽ, അഥവാ ചേർന്ന് നിൽക്കണം എന്നുള്ള നിർബന്ധമില്ല. ഇവിടെ പിക്ചറിൽ ചേർന്ന് നിന്നിട്ടില്ല. ഓക്കെ. അപ്പോൾ ഫൗക എന്ന് നമ്മൾ ഉപയോഗിക്കും. അല എന്ന് പറഞ്ഞാൽ ചേർന്ന് നിൽക്കുന്നതിന് മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുക. ഈ പിക്ചർ എന്ത് പിക്ചറാണ്? ട്രാഫിക് ലൈറ്റ് ആണ് അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഓർഡർ എങ്ങനെ പറയാം? ചുവപ്പ്, മഞ്ഞ, പച്ച. ഇതെങ്ങനെ അറബിയിൽ പറയാം? അൽ അഹ്മറു ഫൗക്കൽ അസ്ഫർ. അൽ അഹ്മറു ചുവപ്പ്, ഫൗക്കൽ അസ്ഫരി മഞ്ഞയുടെ മുകളിലാണ്. ഫൗക്ക എന്ന് പറഞ്ഞാൽ മുകളിൽ. ഇനിയോ അൽ അഖ്ലറു പച്ച, തഹ്തൽ അസ്ഫർ മഞ്ഞയുടെ താഴെയാണ്. തഹ്ത എന്ന് പറഞ്ഞാൽ താഴെ. അൽ അസ്ഫറു മഞ്ഞ, ബൈനൽ അഹ്മരി വൽ അഖ്ലരി ചുവപ്പിൻ്റെയും പച്ചയുടെയും ഇടയിലാണ്. ബൈന എന്നാണ് നമ്മൾ പറഞ്ഞത്, ഇടയിൽ എന്നുള്ളതിന്. ഓക്കെ. ഫൗക്ക മുകളിൽ, തഹ്ത താഴെ, ബൈന ഇടയിൽ. ഇനി ഓരോന്നിനും ശേഷം അതിൻ്റെ മുന്നേ എങ്ങനെ പറയാം? അൽ അവ്വലു ഫസ്റ്റ്, ഖബ്ല സാനി രണ്ടാമത്തതിൻ്റെ മുന്നെയാണ്. മുന്നേ എന്നുള്ളതിന് ഖബ്ല് എന്ന് പറയും. വസാലിസു മൂന്നാമത്തത്, ബഅദ സാനി രണ്ടാമത്തതിന് ശേഷമാണ്. ഖബ്ല് എന്ന് പറഞ്ഞാൽ മുന്നേ, ബഅദ എന്ന് പറഞ്ഞാൽ ശേഷം. ഓക്കെ. ഇനി അൽ ബിന്തു ബിജിവാരി ഉമ്മിഹ. അൽ ബിന്തു പെൺകുട്ടി, ബിജിവാരി ഉമ്മിഹ ഉമ്മയുടെ അടുത്തുണ്ട്. ബിജിവാരി എന്ന് പറഞ്ഞാൽ അടുത്ത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. നെക്സ്റ്റ് ടു എന്നുള്ള അർത്ഥം, ബിജിവാരി. ഇനി അൽ കിതാബു ഇൻദൽ വലദി. അൽ കിതാബു പുസ്തകം, ഇൻദൽ വലദി കുട്ടിയുടെ കയ്യിലുണ്ട്. പുസ്തകം അതേപോലെ ജീവനില്ലാത്ത വസ്തുക്കൾക്ക് നമ്മൾ ഇൻദ എന്ന് പറയും. ഇനി ഈ പിക്ചർ ഒന്ന് നോക്കുക. ഈ പിക്ചറിൽ സെൻറ്ററിൽ കുട്ടിയുണ്ട്, റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും മാതാപിതാക്കളുണ്ട്. ഓക്കെ. അപ്പോൾ ഇതെങ്ങനെയാണ് അറബിയിൽ പറയാം? അൽ അബു അലൽ യസാർ. അൽ അബു ഉപ്പ, പിതാവ്, അലൽ യസാർ ഇടതു ഭാഗത്താണ്. വൽ ഉമ്മു ഉമ്മ അലൽ യമീനി വലതു ഭാഗത്താണ്. വത്തിഫ്ലു ഫിൽ വസതി. വത്തിഫ്ലു കുട്ടി, ഫിൽ വസതി വസത്ത് എന്ന് പറഞ്ഞാൽ മദ്യം. ബൈനൽ അബി വൽ ഉമ്മി എന്ന് പറഞ്ഞാൽ ഉമ്മയുടെയും ഉപ്പയുടെയും സെൻറ്ററിലാണ് കുട്ടിയുള്ളത്. യസാർ എന്ന് പറഞ്ഞാൽ ഇടതു ഭാഗം, യമീന് എന്ന് പറഞ്ഞാൽ വലതു ഭാഗം, വസത്ത് എന്ന് പറഞ്ഞാൽ സെൻറ്റർ, നടു. യസാർ ഇടത്, യമീൻ ലെഫ്റ്റ്, യസാർ യമീൻ റൈറ്റ്, വസത്ത് സെൻറ്റർ. ഓക്കെ. ഇത് ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. ഏതൊക്കെ ദിശയിലാണ്, ഏതൊക്കെ ഭാഗങ്ങളിലാണ് ഈ രാജ്യങ്ങൾ കിടക്കുന്നത്, ഇതിനെങ്ങനെയാണ് നമ്മൾ അറബിയിൽ പറയുക എന്ന് നമ്മൾ നോക്കുക. ഓക്കെ. അതിൻ്റെ അറബി വാചകങ്ങൾ അതിൻ്റെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഷമാല് നോർത്ത്, ജനൂബ് സൗത്ത്, ഷർഖ് ഈസ്റ്റ്, ഗർബ് വെസ്റ്റ്. ഓക്കെ. ശുക്രൻ ലക്കും ജസീലൻ. ഇലാ ലിഖാഇൻ ജദീദ്. മഅ അസ്സലാമ.